ഇന്ന് രാവിലെ കഴിക്കാൻ പൊടിയരി കഞ്ഞിയാണ് കേട്ടോ. ഇവിടുത്തെ അരി തന്നെയാണ്. അങ്ങനെ ഇപ്പം മില്ലിലൊക്കെ കുത്താൻ കൊണ്ടുപോയാൽ വേറെ അരികളായിട്ട് കിട്ടും. കല്ലരി പറഞ്ഞ കല്ലുള്ള അരി കിട്ടും, പൊടിയരി വേറെ, വലിയരി വേറെ, അങ്ങനെ പല തരത്തിലുള്ള അരികളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, പണ്ടത്തെ പോലെ അരിക്കൊന്നും വേണ്ട. എന്നാലും ചിലപ്പോൾ കറുത്ത അരികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ കുറേശ്ശേക്ക് അരിച്ചെടുക്കാറുണ്ട്. പിന്നെ കഞ്ഞി, ചെറുപയർ ഉപ്പേരിയാണ്. പിന്നെ നമുക്കിന്ന് മാങ്ങകൾ, വെള്ളമൂവാണ്ടൻ മാങ്ങകൾ കുറേ കിട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള മാങ്ങകളുണ്ട് ഇവിടെ. നാടൻ മാങ്ങ ഉണ്ട്, അതുകൊണ്ടാണ് കടുമാങ്ങ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൂവാണ്ടൻ കൊണ്ട് ഇന്നൊരു ചമ്മന്തി അരയ്ക്കണം, പിന്നെ ഒരു അച്ചാറുണ്ടാക്കണം, കായമാങ്ങ അച്ചാർ. അപ്പം ഈ ചമ്മന്തിയും ചെറുപയറുപ്പേരിയാണ് രാവിലെ കഴിക്കാൻ. ഹെൽത്തി ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല ചൂടല്ലേ, അപ്പോൾ കഞ്ഞി ആവാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞങ്ങൾ രാത്രിയോ രാവിലെയൊക്കെ മാറി മാറി ഈ പൊടിയരി ഉണ്ടാകുമ്പോൾ കഞ്ഞി വയ്ക്കാറുണ്ട്. ഇടയ്ക്ക് ചാമക്കഞ്ഞിയും വെക്കാറുണ്ട്. ഇപ്പോൾ ഹെൽത്തി ഫുഡാണല്ലോ ചാമ. നല്ല ഫൈബറൊക്കെ ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്, മോഷനൊക്കെ ക്ലിയർ ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ചാമക്കഞ്ഞി വെക്കാറുണ്ട് രാത്രി രാവിലെ. ഈ കഞ്ഞി നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൂടാറാപ്പട്ടിയുടെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ ചൂടാറാപ്പട്ടിയൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ധനം നല്ലോണം ലാഭിക്കാൻ നമുക്ക് പറ്റും. ഈ മുണ്ടൂർ ഉണ്ടാക്കുന്നതാണ്, IRTCയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ പേപ്പറിലൊക്കെ കണ്ടു, ഹോട്ടലുകളിലൊക്കെ ഈ ഇന്ധനക്ഷാമം കാരണം ചൂടാറാപ്പട്ടിയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന്. ഇത്ര കാലമൊന്നും അതിനെപ്പറ്റി അങ്ങനെ കേട്ടിരുന്നില്ല. ഇവിടെ സ്ഥിരമായിട്ട് ഒന്ന് കേടുവന്ന് കഴിഞ്ഞാൽ അടുത്തത് വാങ്ങും. ഒറ്റപ്പാലത്തെ വായനശാലയിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ടത്. വളരെ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. പച്ചക്കറികൾ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് കിട്ടാറുണ്ട്. കഴിക്കാൻ പൊടിയരിക്കഞ്ഞി, മാങ്ങാ ചമ്മന്തി, കൊണ്ടാട്ടമുളക്, ചെറുപയറുപ്പേരി, ഉപ്പുമാങ്ങ, പിന്നെ ഇതൊരു വരട്ടുമാങ്ങ അച്ചാറും. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ വിഭവങ്ങൾ.